നിലമ്പൂരിൽ മത്സര സാധ്യത തള്ളുന്നില്ല പി വി അൻവർ. യു ഡി എഫിലേക്കില്ല എന്നും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നും ഇന്ന് രാവിലെ തീർത്തു പറഞ്ഞ അൻവർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ മലക്കം മറിയുന്നതാണ് കണ്ടത്. പി വി അൻവറിന്റെ ആ പ്രതികരണങ്ങളിലേക്കാണ് ആദ്യം. യു ഡി എഫിലേക്ക് ഞാനില്ല, ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല, പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സാമുദായിക നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. മത്സരിക്കുന്നില്ല, എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എനിക്ക് ആളില്ലാത്തതുകൊണ്ടല്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ ആളുകൾ പൈസയായിട്ട് വരുന്നു, 5000, 500, 2000 ആളുകൾ പറയുന്ന പൈസ ഞങ്ങൾ തരാം, ഈ വാർഡ് ഞങ്ങൾ നോക്കിക്കോളാം, അൻവറാക്ക് ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട്. വിവരങ്ങളുമായി റാഫി കരീം ചേരുന്നുണ്ട്. റാഫി, രാവിലെ അൻവറിൻ്റെതായി പുറത്തു വന്ന പ്രതികരണത്തിൽ മത്സരരംഗത്തേക്കില്ല എന്നുള്ളതായിരുന്നു അൻവറിൻ്റെ പ്രതികരണം. ചില്ലിക്കാശ് കയ്യിലില്ല, അതുകൊണ്ട് മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നൊക്കെ അൻവർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഈ യു ഡി എഫിലേക്കുള്ള മുന്നണി പ്രവേശനം തടഞ്ഞതിൽ തന്നെ അദ്ദേഹം മറ്റ് നേതാക്കളെ ഒന്നും പഴിചാരുന്നില്ല. വി ഡി സതീശനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ഉണ്ടായത്. പിന്നീട് ഉച്ചയ്ക്ക് വന്ന പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരു മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നു, കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന സൂചന ആ പ്രതികരണം നൽകുന്നുണ്ട്. എന്താണ് അൻവറിൻ്റെ ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഒരു ത്രികോണപ്പോരിലേക്ക് മണ്ഡലം നീങ്ങുന്നു എന്ന് കരുതാൻ കഴിയുമോ റാഫി? തീർച്ചയായും ഞാൻ ഈ അൻവറിൻ്റെ നിലപാടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അൻവറിൻ്റെ പത്രസമ്മേളനത്തിനിടയിൽ അൻവർ പറഞ്ഞത് തൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുള്ളതാണ്. ആ നിലപാടിൽ നിന്ന് അൻവർ മാറുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2021 MLA-മാരുടെ ആസ്തി പരിശോധിച്ചപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും അധികം ആസ്തിയുള്ള MLA പി വി അൻവറാണ്. 65 കോടി രൂപയാണ് അൻവറിൻ്റെ ആസ്തി. അതിനുശേഷം ഇനി ഈ അൻവറിൻ്റെ ഇപ്പോഴത്തെ നിലപാടിലേക്ക് വരുമ്പോൾ മത്സരിക്കാൻ പണമില്ല എന്ന് പറഞ്ഞ അൻവർ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നില്ല, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനില്ല, യു ഡി എഫിൽ മുന്നണിയുടെ ഭാഗമാകുന്നില്ല എന്ന നിലപാടെടുത്ത അൻവർ ഇപ്പോൾ സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് മത്സരിക്കാനില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് പിന്നോട്ട് പോകുന്നതാണ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കാണുന്നത്. മത്സരിക്കാൻ തൃണമൂൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. ആളുകൾ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, പണവുമായി ആളുകൾ സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരിക്കുന്ന കാര്യത്തിൽ 2 ദിവസത്തിനകം തീരുമാനം പറയാമെന്നുള്ളതാണ് പി വി അൻവർ ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത്. രാവിലെ അൻവറിൻ്റെ നിലപാട് ഇതായിരുന്നില്ല. സതീശൻ ഉള്ളിടത്തോളം കാലം യു ഡി എഫിലേക്കില്ല എന്നുള്ളതാണ് അൻവർ വ്യക്തമാക്കിയത്. അത് തൻ്റെ പ്രഖ്യാപിത നയമാണ് എന്നും അൻവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതിനുശേഷം ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിനോടായിരുന്നു പി വി അൻവർ മത്സരിക്കാൻ താനില്ല എന്ന് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഇന്ന് അൻവർ നടത്തിയ പത്രസമ്മേളനത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അൻവർ ഇന്ന് കടന്നാക്രമിച്ചത് എം സ്വരാജിനെ ആയിരുന്നു. എം സ്വരാജിനെതിരെയായിരുന്നു അൻവർ രൂക്ഷമായ വിമർശനങ്ങളും നടത്തിയത്. ഇന്ന് ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഒരു തരത്തിലുമുള്ള വിമർശനത്തിനും അൻവർ മുതിർന്നില്ല എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വിജയസാധ്യതയെക്കുറിച്ച് അൻവർ പറഞ്ഞിരുന്നു. താൻ ആഗ്രഹിച്ച സ്ഥാനാർത്ഥി ജോയി ആയിരുന്നു. ജോയിയെ എന്തുകൊണ്ട് താൻ നിർദ്ദേശിച്ചു എന്നുള്ള കാര്യത്തിൽ ചില സൂചനകൾ അൻവർ പറഞ്ഞിരുന്നതല്ലാതെ ആര്യാടൻ ഷൗക്കത്തിന് ഇന്ന് കടന്നാക്രമിച്ചില്ല അൻവർ. എന്നാൽ പോലും യു ഡി എഫിലേക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അൻവറിന് ചില മാറ്റങ്ങൾ വരുന്നു, അൻവർ മത്സരിക്കുന്നു. ഇതും അൻവറിൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രമായാണ് കാണേണ്ടത്. കാരണം ഇതിനു മുൻപും അൻവർ ഈ നിലയിലുള്ള പല ഭീഷണികളും യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിലേക്ക് വച്ചിരുന്നു. പല സ്ഥലത്തിൽ യു ഡി എഫ് മുന്നണിക്ക് സമയം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ 7 മണി വരെ നിലപാടെടുക്കാൻ അൻവറിന് മുന്നിൽ യു ഡി എഫ് മുന്നണി സമയം. റാഫി കരീം നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.